ഹോമിയോപ്പതിക്കെതിരെ ചില ആൾക്കാരുടെ ഒരു വിമർശനമുണ്ട്, ഹോമിയോപ്പതി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 50 രാജ്യങ്ങളിൽ ഹോമിയോപ്പതി ഫാർമസികളുണ്ട്. 100 രാജ്യങ്ങളിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷേ അലോപ്പതി ഡോക്ടർമാർ വളരെയധികം ആൾക്കാർ ഹോമിയോപ്പതിയിലേക്ക് വരികയും അവർ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹോമിയോപ്പതിക്ക് ആവശ്യമായ, അതായത് അവർക്ക് ഉള്ള റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളത് കോവിഡ് തുറന്നു കാണിച്ചു. കോവിഡിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് ഹോമിയോപ്പതിക്ക് സാധിച്ചു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്നാൽ ഫലപ്രദമായ ഏറ്റവും നല്ല ഒരു വൈദ്യശാസ്ത്രം എന്ന് ഹോമിയോപ്പതിക്ക് ഒരു അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. കോവിഡിന് ശേഷം ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വലിയ രീതിയിലുള്ള പ്രചാരമാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഹോമിയോപ്പതി ചികിത്സയെ വിമർശിച്ചുകൊണ്ടും ക്രൂശിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിരവധി പേർ നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഉള്ളവർ ഉൾപ്പെടെ ഹോമിയോപ്പതിയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി കേരളത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഈയൊരു പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഇൻ്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ ഭാരവാഹികളും നിരവധി ഡോക്ടർമാരും ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ഇൻ്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോഷൻ ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ 2000 ദിവസങ്ങളായിട്ട് നിർത്താതെ 3 ഭാഷയിൽ വെബിനാറുകൾ നടത്തുന്നുണ്ട്. ആദ്യത്തേത് 7:30 തൊട്ട് 8:30 വരെ, അത് ഹിന്ദി, നമ്മുടെ നാഷണൽ ലാംഗ്വേജ്. രണ്ടാമത്തത് ഇംഗ്ലീഷ് 8:30 to 9:30. മൂന്നാമത്തത് ഹിന്ദി 9:30 to 10:30. അപ്പോൾ ഇതുവരെ ഈ 2000 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഇൻ്റർനാഷണലുമായിട്ടുള്ള എല്ലാ ഹോമിയോപ്പതി സ്നേഹികളെയും എല്ലാ ഹോമിയോപ്പതി പ്രശസ്തരായ ഡോക്ടേഴ്സും ഈ ഫോറത്തിൽ വരികയും വെബിനാറുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അതെല്ലാം യൂട്യൂബിൽ അവൈലബിളാണ്. ഇത് പല പ്രാവശ്യം ഇപ്പോൾ ഹോമിയോപ്പതി രംഗത്തും ഈ ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്നവർക്കും ഉള്ള ഒരു മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ഗിന്നസ് ബുക്കിലേക്ക് കയറുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. അത് എന്തായിരുന്നാലും കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ഏതാണ്ട് 65 രാജ്യങ്ങളിൽ ഉള്ള ഹോമിയോപ്പതി ഡോക്ടർമാരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അവരെല്ലാവരും ഈ ഫോറത്തിൽ വന്നു. കൂടാതെ മന്ത്രിമാർ, MP-മാർ, MLA-മാർ ഇവരൊക്കെ ഈ ഫോറത്തിൽ പലപ്പോഴായിട്ട് വരികയുണ്ടായിട്ടുണ്ട്. ഇത് ലോകത്തിലെ എല്ലാ ഹോമിയോപ്പതിക്കാരെയും കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു സാധാരണ സംഘടനയെക്കാൾ അപ്പുറത്ത് കുറേ കൂടി ഇനി വളർന്നു വരുന്ന ഡോക്ടർമാർക്ക് ഒരു മാർഗദർശനവും കൂടെ ആകട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുക. പലപ്പോഴും നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുവെ അറിയാറില്ല ഹോമിയോപ്പതിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഹോമിയോപ്പതിക്കെതിരെ ചില ആൾക്കാരുടെ ഒരു വിമർശനമുണ്ട്, ഹോമിയോപ്പതി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷേ അലോപ്പതി ഡോക്ടർമാർ വളരെയധികം ആൾക്കാർ ഹോമിയോപ്പതിയിലേക്ക് വരികയും അവർ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സത്യാവസ്ഥ പലർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊരു മീറ്റിംഗ് വരുമ്പോൾ അവരുടെ എല്ലാം പാർട്ടിസിപ്പേഷനോടുകൂടി ഇന്നിപ്പോൾ ഇവിടെ ഏതാണ്ട് 7 രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരുണ്ട്. ഇത് ഇനിയും കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഒരു 2000 ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് IFPHൻ്റെ നടത്തുന്നത് ഒരു ചെറിയ രീതിയിൽ നടത്താൻ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ. ഇതിന് ഭാവിയിൽ ഒരു 40 രാജ്യം അല്ലെങ്കിൽ 65 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരികയും അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോമിയോപ്പതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സപ്പോർട്ട് നിലവിൽ എങ്ങനെയാണ് പ്രാധാന്യം? ഈ ആയുഷ് മിനിസ്ട്രി വരുന്നതുവരെ വളരെയധികം പിൻപിലായിരുന്നു. പൊതുവെ ആയുഷ് സിസ്റ്റം എല്ലാം, ആയുർവേദമാണേലും ഹോമിയോപ്പതി ആണേലും മറ്റെല്ലാ ആയുഷ് സിസ്റ്റംസും വളരെ പിന്നിലായിരുന്നു. ആയുഷ് മിനിസ്ട്രി വന്നു. ഇതിന് പ്രത്യേക ഒരു മന്ത്രിയും മിനിസ്ട്രിയൊക്കെ ഉണ്ടായപ്പോൾ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും നമ്മൾ ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിന്
കിട്ടുന്ന ഒരു പരിഗണന പലപ്പോഴും മറ്റ് ആയുഷ് സിസ്റ്റത്തിന് കിട്ടാറില്ല എന്നുള്ളതാണ് വസ്തുത. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയാണ് ആയുഷ് സിസ്റ്റത്തിൽ ഒരു മന്ത്രി ഉള്ള ഒരു മിനിസ്ട്രി ഉള്ള ഏക രാജ്യം. അതേപോലെ തന്നെ നമ്മളാണ് ഇന്ന് ആയുഷ് സിസ്റ്റത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന രാജ്യം. കാരണം നമുക്ക് ആയുർവേദമുണ്ട്, ഹോമിയോപ്പതിയുണ്ട്. മറ്റ് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൽ മെയിനായിട്ട് നിൽക്കുന്നത് ചൈനീസ് മെഡിസിനാണ്. അത് നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 2019 ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തുകയും അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഹോമിയോപ്പതി ആണ് 100 രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ആയുർവേദവും ചൈനീസ് മെഡിസിനും ഏതാണ്ട് ഇതിൻ്റെ തുല്യമായി തന്നെയുണ്ട്. പക്ഷേ അവിടെ മരുന്നുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പോകണം, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് തന്നെ പറ്റണം. കൂടുതൽ ഒരു ക്വാണ്ടിറ്റി മരുന്നുകളുടെ ആവശ്യമുള്ളതുകൊണ്ടൊക്കെ പലപ്പോഴും അവർക്കൊരു പരിധിക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മൾ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകം എല്ലായിടത്തും ഉണ്ട്. കുറഞ്ഞൊരു മരുന്നിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ മരുന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അവൈലബിലിറ്റി ലോകം മുഴുവനുള്ളത്. അതുകൊണ്ട് തന്നെ മെഡിസിൻസ് ലോകം മുഴുവൻ അവൈലബിളാണ്. ഇപ്പോൾ ഏതാണ്ട് 50 രാജ്യങ്ങളിൽ ഹോമിയോപ്പതി ഫാർമസികളുണ്ട്. 100 രാജ്യങ്ങളിൽ കൂടുതൽ ഇത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിൽ പോലെയുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതാണ്ട് 42ഓളം യൂറോപ്യൻ രാജ്യങ്ങളുള്ളതിൽ 40ഓളം രാജ്യങ്ങളിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് അലോപ്പതിയിൽ സ്പെഷ്യലിസ്റ്റുകളായി വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം ഹോമിയോപ്പതിയിലേക്ക് വന്നവരാണ്. ഇപ്പം നിങ്ങളിവിടെ കാണുന്നവരും എല്ലാവരും ആദ്യത്തെ 15 അല്ലെങ്കിൽ 20 വർഷം അലോപ്പതി പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി പിന്നീട് ഹോമിയോപ്പതിയിലേക്ക് വന്നവരാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ലോകം മുഴുവൻ ഈ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, നമുക്കറിയാം വാക്സിനേഷൻ്റെയും പ്രശ്നങ്ങൾ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കേരളത്തിൽ ഗവൺമെൻറ് തന്നെ അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്നൊരു ക്യാമ്പയിൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പയിൻ വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് യൂറോപ്പിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്നാൽ ഫലപ്രദമായ ഏറ്റവും നല്ല ഒരു വൈദ്യശാസ്ത്രം എന്ന് ഹോമിയോപ്പതിക്ക് ഒരു അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യൂറോപ്പിലെ പല ഡോക്ടർമാരും ഇന്ന് ഹോമിയോപ്പതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. 3 സെഷനാണ് ഉള്ളത്: ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ ഹിന്ദി 1000-ന് പുറത്തുമായി, ഇംഗ്ലീഷും മലയാളവും 2000 ദിവസം അടുക്കുന്നു. അത് സംബന്ധിച്ച് പ്രത്യേക പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ മലയാളത്തിൽ കൂടുതലായിട്ട് ആരോഗ്യരംഗം പുറമെ മറ്റു സാംസ്കാരിക രംഗത്തുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് കാരണം വെച്ചാൽ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അടുത്തിടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, വിവിധ കാര്യങ്ങൾ അറിയാവുന്ന അധ്യാപകനാണ്, സ്കോളറാണ് എന്നർത്ഥം കൂടി ഉണ്ട്. അപ്പോൾ ആ വാക്കിനോട് നീതി പുലർത്തണമെങ്കിൽ നമ്മുടെ സമൂഹവും ഡോക്ടർമാരും സമൂഹത്തിലെ വിദഗ്ധന്മാരുടെ മറ്റ് തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാരുടെ ജന്മദിനം, ചലച്ചിത്ര രംഗത്തുള്ള പ്രമുഖന്മാരുടെ ജന്മദിനം, ചരമദിനം, അടുത്തിടയ്ക്ക് പ്രേം നസീർ അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മാത്രമല്ല മലയാളത്തിൽ ഉയർന്നു വരുന്ന പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാംസ്കാരികമായുള്ള മറ്റ് പരിപാടികൾ, യോഗാ ദിനം, യുവജന ദിനം ഇത് സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി താമസിയാതെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ച, അതായത് നിലവിൽ ഹോമിയോപ്പതി രംഗത്തുള്ളവർ ഇത്തരം കാര്യങ്ങൾ അധികം ശ്രദ്ധാലുക്കളല്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ വികസനം മുന്നോട്ട് പോകും. മാത്രവുമല്ല നമ്മുടെ ഡെവലപ്പിംഗ് രാജ്യം എന്ന നിലയ്ക്ക് നമ്മുടെ പുറത്തേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസവും ഉൾപ്പെടുത്താവുന്നതാണെന്നും അപ്പോൾ അതിൽ ഹോമിയോപ്പതിയുടെ സാധ്യത വളരെ വലുതാണെന്നും ക്രിസ്റ്റൽ ക്ലിയറായിട്ട് തെളിയിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡോക്ടർ ജോസ് ഐസക്കിൻ്റെ ഈ ഹോമിയോപ്പതി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും IFHൻ്റെ ലക്ഷ്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമായ സപ്പോർട്ട് ഹോമിയോപ്പതിക്ക് ലഭിക്കുന്നുണ്ട്. സപ്പോർട്ടിനെ സംബന്ധിച്ചോളം അതിനകത്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് തലത്തിലാകുമ്പോൾ ബഡ്ജറ്റ് പ്രപ്പോസൽ എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് രേഖകൾ ലോബി എങ്ങനെ നടത്തണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ ഇനി നമുക്കുണ്ടാകേണ്ടതുണ്ട്. മറ്റു ഭാഗങ്ങളിലുള്ളവർക്കാണ് അത് ചെയ്യാനുള്ള പ്രത്യേക വിദഗ്ധന്മാർ സംഘം തന്നെ ഉണ്ട്. നമുക്കത് കുറവാണ്. പ്ലാനിംഗ് ബോർഡ് ഉൾപ്പെടെ ഇനി വരേണ്ടതുണ്ട്. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തി തന്നെയാണ്. കാരണം ജനങ്ങളുടെ സപ്പോർട്ടുള്ള ഒരു സിസ്റ്റത്തെയും ആർക്കും ഒരു കാലത്തും അവഗണിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു. അതിനുള്ള ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് IFPH. ഹോമിയോപ്പതിക്ക് ആവശ്യമായ, അതായത് അവർക്ക് ഉള്ള റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതേസമയത്ത് ഈ IFPHൻ്റെ പ്രവർത്തനം ഏതാണ്ട് 5 കൊല്ലത്തോളമായി. അത് വന്നതോടുകൂടി IFPH ഈ ഹോമിയോപ്പതിയുടെ മെസ്സേജസ് എല്ലാ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ വരെ
പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്രയോജനം എന്താണ്, അത് എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ മറ്റ് കോർപ്പറേറ്റ് ഫേംസിൻ്റെ ഒന്നും സപ്പോർട്ടില്ലാതെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു വളരെ വസ്തുതയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട്. ഒന്നാമത് കോസ്റ്റ് വൈസായിട്ട് സാധാരണ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ കാര്യത്തിൽ ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ല. നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ ആണെങ്കിൽ പലതിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. പിന്നെ ഇതിന് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ പോവുകയാണെങ്കിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പവും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഹോമിയോപ്പതി. കോവിഡിന് ശേഷം ലോകത്ത് ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങി, അവെയറായി തുടങ്ങി. അപ്പോൾ അവർ മനസ്സിലാക്കിയൊരു സംഗതി, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളത് കോവിഡ് തുറന്നു കാണിച്ചു. അപ്പോൾ മറ്റ് ചികിത്സാ ശാഖകളെ സമീപിക്കേണ്ട ആവശ്യകത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ സമയത്ത് ഹോമിയോപ്പതി വലിയൊരു കാര്യമാണ് ചെയ്തത്. ആർസനിക് ആൽബം എന്നുള്ള മരുന്ന് കൊടുത്ത് പല ആൾക്കാരെ, അത് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളവരുള്ള വലിയ വലിയ ആൾക്കാർ വരുന്നുണ്ട്, എങ്കിൽ പോലും അവരിലൂടെ അത് കോവിഡിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് ഹോമിയോപ്പതിക്ക് സാധിച്ചു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട്. ഇന്നിപ്പോൾ ഒരു ചെറിയ പനിയോ ജലദോഷമോ വന്നാൽ ഒരു പാരസെറ്റമോൾ കഴിക്കുന്നതിന് പകരം എന്തുകൊണ്ടൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടുകൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. അപ്പോൾ അത് ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ഹോമിയോപ്പതി മെഡിസിൻ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിൽ IFPH, ഇതിൻ്റെ അർത്ഥം IFPH മറ്റ് വൈദ്യശാസ്ത്രങ്ങൾക്ക് എതിരാണ് എന്നുള്ളതല്ല. എല്ലാ വൈദ്യശാസ്ത്രങ്ങളും വേണം. എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അവരവരുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, പൊതുജന ആരോഗ്യം ശക്തിപ്പെടുത്തുക. അതിൽ കൃത്യമായ ഇടപെടൽ ഹോമിയോപ്പതിയും IFPHയും നടത്തും. അലോപ്പതിയിൽ കോവിഡ് എന്ന രോഗത്തിന് ചികിത്സയില്ല എന്ന് പറഞ്ഞാണ് അവർ ആദ്യം നോട്ടീസ് ഇറക്കിയത്. അപ്പോൾ ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് വെച്ചതാണെങ്കിൽ ഏത് രോഗത്തെയും നമുക്ക് ചികിത്സിക്കാം. ഇപ്പോൾ 10 പേര് പനിയായിട്ട് വന്നാൽ ഈ 10 പേരുടെയും രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ 10 പേർക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നുണ്ട്, ഹോമിയോപ്പതി ചികിത്സ ഇതിന് ഫലപ്രദമാണ്. പ്രതിരോധം മാത്രമല്ല, ചികിത്സ ഫലപ്രദമാണ്. പക്ഷേ ആ വാർത്ത ഇടാൻ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല. അപ്പം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഇവിടെ രോഗി വന്നു, നമ്മൾ ചികിത്സിച്ചു. പക്ഷേ ഭാഗ്യവശാൽ നമ്മളതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വെച്ചു. അങ്ങനെ വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 4-5 വീഡിയോ ആയപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ എഴുതി മാധ്യമങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം മാധ്യമങ്ങൾ ഇടാൻ തയ്യാറായില്ല. കാരണം ചികിത്സ ഇല്ലാത്ത രോഗത്തിന് നിങ്ങളെങ്ങനെ ചികിത്സിക്കുന്നു ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലിനിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ ലാബോറട്ടറി എവിഡൻസിനേലും അപ്പുറമാണ് ക്ലിനിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ. ഒരു രോഗിക്ക് എൻ്റെ രോഗം മാറിയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ മാത്രം ലാബോറട്ടറി പരിശോധന നടത്തിയാൽ മതി. അപ്പോൾ അതിലൂടെ രോഗം മാറുന്നുണ്ടെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും രോഗം മാറിയെന്ന്. അപ്പോൾ അങ്ങനെ വീഡിയോ എവിഡൻസ് എടുത്ത് നമ്മൾ രോഗി വന്നപ്പോഴും രോഗം മാറിയപ്പോഴും എടുത്ത് അതിനുശേഷം ഈ വീഡിയോസ് എല്ലാം കൂടി നമ്മൾ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തു. ഇത് പറയുന്നുണ്ട്, ഈ വാക്സിൻ പോലും ഫലപ്രദമല്ല, ഇത് വാക്സിൻ അല്ല, അവരവർ തന്നെ ദോശയുണ്ടാക്കി അവരവർ തന്നെ കഴിച്ചിട്ട് ഹായ് നല്ല ദോശ എന്ന് പറയുന്നത് പോലെ ആയിരുന്നു ഈ വാക്സിൻ. യാതൊരുവിധ റിസർച്ച് വർക്കുകളും ഇല്ലാതെ ഓരോ മെഡിക്കൽ കമ്പനികളും അവരുടെ യുക്തത്തിന് ഓരോ മരുന്ന് സൃഷ്ടിച്ച് അതാണ് വാക്സിൻ എന്ന് പറഞ്ഞ് കൊടുത്തതും അത് ഗുണത്തിനേലും ദോഷം ചെയ്യുകയും അതുകൊണ്ട് തന്നെയാണ് ഇന്നും ചെറുപ്പക്കാരുടെ ഇടയിലെ മരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരൊരിക്കലും അതാണെന്ന് സമ്മതിക്കില്ല. ഒത്തിരി ഡോക്ടർമാർ ആ സമയത്ത് കുഴഞ്ഞു വീണു. ഡോക്ടർ ഹനുമാൻ പോലും ഈ രംഗത്ത് വന്നത് അലോപ്പതി ചികിത്സയിലെ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ വെക്കാം അതായിരുന്നു അദ്ദേഹം. അപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കറിയാവും, ഞങ്ങളുടെ കയ്യിൽ മെഡിസിൻ ഉണ്ടായിട്ട് പോലും മിണ്ടാതിരുന്നിട്ട് നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളോടും സമൂഹത്തോടും രാജ്യങ്ങളോടും നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ വെബിനാറുകൾ തുടങ്ങുകയും ഈ വെബിനാർ വഴി നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു.